കൊല്ലത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എല്ലാ ഇടങ്ങളിലും മന്ത്രിമാർ ഇതിലെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും MLA-മാരും ഇതിന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഈ പദ്ധതി എന്തായാലും പ്രിയദർശിനി പദ്ധതി പ്രകാരം ഈ സൗജന്യ യാത്ര നിയമപരമായി കഴിഞ്ഞു. എല്ലാ ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും 0 ടിക്കറ്റ് ആയിരിക്കും. വനിതകൾക്ക് എത്ര തവണ വേണമെങ്കിലും യാത്ര ചെയ്യാം. പക്ഷേ ഓരോ തവണയും പ്രത്യേക ടിക്കറ്റ് എടുക്കണം. 0 ടിക്കറ്റ് ആയിരിക്കും. 800 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ KSRTC നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഒരുപക്ഷെ സ്ത്രീകൾക്ക് അവരുടെ കുടുംബ ബജറ്റിൽ കുറച്ച് പണം ബാക്കി വയ്ക്കാനും ആ പണം വീട്ടുചെലവിനൊക്കെ ഉപയോഗിക്കാനും ഒക്കെ കഴിയുന്നൊരു സാഹചര്യമാണ് നിലവിൽ വരാൻ പോകുന്നത് എന്ന് മുഖ്യമന്ത്രി ഓർമ്മിച്ചു. എന്തായാലും തെരഞ്ഞെടുപ്പിൽ UDF നൽകിയ വാഗ്ദാനം പാലിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ BJP പ്രതിഷേധവുമായി തമ്പാനൂർ ഡിപ്പോയിലേക്ക് അല്പസമയത്തിനകം എത്തുമെന്ന് അറിയുന്നു. എന്താണ് അവരുടെ പ്രതിഷേധത്തിൻ്റെ കാരണമെന്നറിയില്ല. എന്തായാലും ഉദ്ഘാടന വേദിയിലേക്ക് അവർ വരും. അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണും മന്ത്രി KE തുളസി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ KSRTCയുടെ സൗജന്യ ഓർഡിനറി യാത്രാ ബസ്സിൽ കയറും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.